എന്റെ പ്രിയ സുഹൃത്തുക്കളെ, മമ്മൂട്ടി ആരാധകർക്ക് ഒരുമാതിരിപ്പെട്ട ഒരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയാണ്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമ നമുക്കറിയാം, അതൊരു പരീക്ഷണ സിനിമയായിരുന്നു മമ്മൂക്കയുടെ. അതിന്റെ പേരിൽ തന്നെയാണ്, ആ ഒരൊറ്റ സിനിമയിലെ അഭിനയത്തിന്റെ പേരിലാണ് കഴിഞ്ഞ തവണത്തെ ആ ഒരു സ്റ്റേറ്റ് അവാർഡ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മഹാനടന് കിട്ടിയതും. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്നലെ രാത്രി വന്ന ഒരു ന്യൂസ് ഉണ്ട്. അതൊരല്പം അമ്പരിപ്പിക്കുന്ന വാർത്തയാണ്. ബ്രഹ്മയുഗം സ്റ്റേറ്റ് വിടുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടർ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മുടെ കേരളത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വേറെ ഏതൊക്കെയോ നാട്ടിലേക്ക് ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ ആ സിനിമ പോകാൻ പോവുകയാണ്. ഇങ്ങനെയാണ് ഇനി കളി ഇന്റർനാഷണൽ ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങി ചിത്രം എന്ന രീതിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യക്കാരുടെ, മലയാളികളൊക്കെ ഒരു വലിയ സ്വപ്നമാണ് നമ്മുടെ ഒരു സിനിമ ഓസ്കാർ വേദിയിലേക്ക് പോവുക, അതവിടെ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ഒരു അഭിമാനമായിട്ടൊക്കെ നമ്മൾ കരുതി പോകുന്ന ഒരു സംഭവമാണ്. സംഗതി എന്തായാലും വാർത്ത ഇങ്ങനെയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിറവിന് ശേഷം ഇന്റർനാഷണൽ പരിപാടിയിലേക്ക് പോകാൻ ഒരുങ്ങി ബ്രഹ്മയുഗം ടീംസ്. ലോസ് ആഞ്ചലസിലെ ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ചിത്രം. വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ, അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട് അവിടെ. വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഏക ഇന്ത്യൻ സിനിമയാണ് ബ്രഹ്മയുഗം. അതായത് പല സിനിമകളും പല സോണറായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിലത്തെ ഒരു സോണറാണ് വേർ ദ ഫോറസ്റ്റ് മീറ്റ്സ് ദ സീ എന്ന് പറയുന്നത്. ആ ഒരു സോണറിൽ ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ തരംഗം സൃഷ്ടിച്ച ചിത്രം ഇനി അമേരിക്കയിലും ഒരു കോളിളക്കം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് അത്യാവശ്യം നമ്മുടെ ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്ത എന്നാണ്. എന്നാൽ ഈ ഒരു വാർത്തയുടെ താഴെ വന്നിട്ടുള്ള ചില കമന്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊരല്പം നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. എത്ര പെട്ടെന്നാണ് മമ്മൂക്ക ആരാധകന്മാര്, മോഹൻലാൽ ആരാധകന്മാര് ഈ ഒരു ആക്രമണ സ്വഭാവമായിട്ട് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. മോഹൻലാലിന് അവാർഡ് കിട്ടിയപ്പോ ഇക്കച്ചി ഗാങ് നടത്തിയ ഒരു പൊറോട്ട നാടകം, അതാണ് സ്റ്റേറ്റ് അവാർഡ്. ആസിഫ അലക്ക് കിട്ടേണ്ട അവാർഡ് സ്വാധീനം വെച്ച് ഫാൻസി ഡ്രസ് മണ്ടന് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ, ഒരു എങ്ങാതി കമന്റ് ഇട്ടിരിക്കുന്നത്. തള്ളി എങ്ങോട്ടാണ്? നാടക നടനും പ്രച്ഛന്ന വേഷവും സ്വന്തം പാർട്ടിയും അവാർഡും ഓഫ് കോഴ്സ് ദാരിദ്ര്യം തന്നെയാണ് എന്ന രീതിയിലൊക്കെ ചില ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. മമ്മൂട്ടിയുടെ അഭിനയം ഇപ്പോഴും ചില ആളുകൾക്ക് നാടക അഭിനയമാണ് എന്ന രീതിയിലുള്ള കമന്റുകൾക്കൊന്നും ഇപ്പോഴൊരു കുറവ് വന്നിട്ടില്ല കേട്ടോ. ഇവർക്കെല്ലാവർക്കും വേണ്ട സ്വാഭാവിക അഭിനയമാണ്. നമുക്കറിയാം, അതൊരു മെത്തേഡ് ആക്ടറാണ്. മോഹൻലാൽ സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. ജന്മനാ തന്നെ അയാൾക്ക് അഭിനയം എന്ന് പറയുന്ന ഒരു സിദ്ധി അയാളുടെ കയ്യിലുണ്ട് എന്നൊക്കെ രീതിയിലൊക്കെ പഠനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മമ്മൂക്കയാണെങ്കിൽ മെത്തേഡ് ആക്ടർ. ഈ മെത്തേഡ് ആക്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേഷം ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുന്നു. അടുത്ത പടത്തിന് വേണ്ടിയിട്ട് സ്വയം മിനുക്കി എടുക്കണം. ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്, അത്ര പെട്ടെന്ന് നടക്കൂല. ഒരല്പം മിനുക്കി എടുക്കണം. മോഹൻലാലിനെ വെച്ച് മമ്മൂട്ടി എന്ന് ആലോചിച്ച് നോക്കിയേ. മമ്മൂക്ക തന്നെ പണ്ടൊരിക്കലും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല, എനിക്ക് ഡിഫക്റ്റുകളേ ഉള്ളൂ അല്ല പറയുന്നത്. അയാളുടെ വായിലൊരു പല്ലിന്റെ കഷ്ണം അവിടെ കാണാനില്ല എന്നുള്ള വർത്തമാനം പറയുന്നുണ്ട്. ഒപ്പം തന്നെ പിന്നെ പറഞ്ഞു വെച്ചിട്ട് സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ശബ്ദം ഭയങ്കര പരപര ശബ്ദമാണ്. ഇയാൾ അവർക്ക് ഡിഫക്റ്റ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. മമ്മൂക്ക നടത്തമാണെങ്കിൽ ഇങ്ങനെ കൊച്ചു നടക്കുന്ന ഒരു നടത്തമുണ്ട്. കൈ എപ്പോഴും ഇങ്ങനെ ആക്കുന്ന ഒരു സംഭവമുണ്ട്. ഡാൻസ് അറിയില്ല, നേരം പോലെ തമാശ ഒന്നും അവതരിപ്പിക്കാൻ അറിയില്ല. ഇതൊക്കെ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് മോഹൻലാൽ ഫാൻസുകളൊക്കെ അടിച്ചിറക്കുന്ന ചില കാർഡുകളാണ്. മമ്മൂക്ക അത് കേട്ടിട്ടുണ്ടായിരിക്കും തീർച്ചയായിട്ടും. അതോടെ പറയുന്നത്, മമ്മൂട്ടി എന്ന് പറയുന്ന നടന് ഇങ്ങനെ ഒരുപാട് പോരായ്മകളിൽ നിലനിൽക്കുന്ന ഒരു നടനാണ്. ഒരുപാട് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ നിലനിൽക്കുന്ന നടന. എന്നാൽ ഈ പറഞ്ഞ തമാശ പറച്ചിലുകളും ഡാൻസ് ചെയ്യലുകളും തുള്ളിച്ചാട്ടവും ഈ പരിപാടിയൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരു നടൻ തൊട്ടപ്പുറത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് മോഹൻലാൽ. ഞാൻ പറഞ്ഞു വയ്ക്കുന്ന സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം അറിയുന്ന ആ നടനോടൊപ്പം എന്നിട്ടും ഇത്ര കാലവും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എക്കാലവും ചില ആൾക്കാരുടെ സഹായമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരല്പം വിവരക്കേടല്ലേ? അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പോഴുള്ള ആ ഒരു നടന്റെ അഭിനയ കഴിവിനെ പറ്റിയിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഡാൻസ് കളിക്കാൻ അറിയാത്ത, പാട്ട് പാടാൻ അറിയാത്ത, നേരമേൽ നടക്കാൻ അറിയാത്ത, ഇങ്ങനൊക്കെ ഡിഫക്റ്റ് ഉണ്ടായിട്ടും തന്റെ അഭിനയ ശൈലി കൊണ്ട് മാത്രം ഒരു നടൻ നിലനിൽക്കണമെങ്കിൽ ആ ഒരു അഭിനയ ശൈലി എത്രത്തോളം വലുതായിരിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത് കേട്ടോ.
ഞാനിത് ഇക്ക ഫാൻസുകാർക്ക് കൊടുക്കുന്ന ഒരു എന്താ പറയുക സമ്മാനമാണ് എന്നൊക്കെ വിചാരിച്ചോളേ. മോഹൻലാൽ ഫാൻസുകാരൊക്കെ മോഹൻലാലിനുള്ള കഴിവിന്റെ പകുതി പോലും മമ്മൂട്ടിക്കില്ല. എന്നിട്ടും മോഹൻലാലിന് മുമ്പിൽ മമ്മൂട്ടി പിടിച്ചു നിൽക്കുന്നില്ലേ? ഇപ്പോഴും സ്റ്റേറ്റ് അവാർഡിൽ ഇപ്പോഴത്തെ 7 എണ്ണം തൂക്കിക്കഴിഞ്ഞു. റെക്കോർഡുകളൊക്കെ തകർക്കാൻ വളരെ പ്രയാസമാണെന്നുള്ളതാണ്. എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, ഷിഹാബുദ്ദീൻ എന്ന് പറയും. തിരൂർ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ വീട്. ഒരു ആർഡന്റ് മമ്മൂക്ക ഫാനാണ്. ചുമ്മാ മമ്മൂക്ക ഫാൻ ആവുകയല്ല, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളുടെ എണ്ണത്തെ കുറിച്ചിട്ട്, ഏത് സിനിമയെക്കുറിച്ച്, ഏത് വർഷമാണ്, എന്തിന്റെ പേരിലാണ് കൊടുത്തത്, എതിരാളി ആരായിരുന്നു, ആ ഒരു സമയത്തുണ്ടായ തർക്കങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും അറിയുകയും അത് ഏത് ഉറക്കത്തിലും വിളിച്ചു പറയുന്ന ഒരു മനുഷ്യനാണ്. ഒരു നൈസായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു ചങ്ങാതിയാണ്, നമ്മുടെ ഒരു പ്രിയ സുഹൃത്താണ് ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ സമയത്ത് തന്നെ ഷിഹാബ് എനിക്ക് വളരെ പെട്ടെന്ന് എനിക്ക് അയച്ചൊന്നു ചില കാര്യങ്ങളൊക്കെ. എടാ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വെച്ച് നീ വീഡിയോ ചെയ്യും, ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ട് മമ്മൂട്ടിക്ക്, നീ എന്താ അതൊന്നും പറയാത്ത എന്നൊക്കെ രീതിയിലായിരുന്നു അവൻ എനിക്ക് അയച്ചു തന്നിരുന്നത്. എന്തായാലും സംഗതി അടിപൊളിയാകാൻ പോകുന്നു. അങ്ങനെ ഒരു ഓസ്കർ അക്കാദമിയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. പ്രമേയുഗം അങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട് കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിലും ഈ നിറങ്ങളുടെ ഏറ്റവും അധികരിച്ച് ഈ കാലഘട്ടത്തിലും എന്തുകൊണ്ടാണ് ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തു എന്നുള്ളതാണ്. അതൊരു പരീക്ഷണമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഒരു അപാര സൗന്ദര്യമുണ്ട് എന്നൊക്കെ തോന്നിപ്പോയത് അപ്പോഴാണ്. സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അങ്ങനെ പോകെ 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 അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ എന്ന് പോലും ചിന്തിക്കാത്ത രീതിയിൽ നമ്മൾ ആ സിനിമയിൽ മുഴുകി പോയിട്ടുണ്ട്. സോ കളറിനേക്കാൾ സൗന്ദര്യം ചില നിമിഷങ്ങളിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. എന്തൊക്കെയാലും സുഹൃത്തുക്കളെ, നമ്മുടെ സന്തോഷം അധികരിച്ച് ഒരു വലിയ സന്തോഷമായിട്ട് മാറട്ടെ എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. ഒപ്പം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ.